ഹലോ എവരിവൺ, ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് പഴുത് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഡയറക്ടറും ഹീറോയിനാണ്. അപ്പൊ വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായി പോകുന്നു. അപ്പൊ നമുക്ക് പഴുത് എന്ന സിനിമയിലേക്ക് കടക്കുന്ന മുന്നേ ആദ്യം തന്നെ നിങ്ങളൊന്ന് പരിചയപ്പെടാം. അപ്പോ സാറ് ഈ സിനിമയുടെ ഡയറക്ടറും കൂടിയാണ്. അപ്പോ എന്താ സ്റ്റാലിൻ അലക്സാണ്ടർ അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഈ സിനിമയിലോട്ട് വന്ന് എന്തൊക്കെയാ ചെയ്യുന്നതെന്നൊന്ന് പറയാമോ? ഞങ്ങളുടെ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയിലാണ് ഞങ്ങളുടെ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത്. ഏകദേശം ഒരു 1 ഇയറിന് മുമ്പ് തുടങ്ങിയ ആലോചന ഇപ്പോ അത് പൂർത്തീകരിച്ച് ജനുവരി മാസം തിയേറ്ററിൽ റിലീസ് ചെയ്യാനായിട്ട് കാത്തു നിൽക്കുകയാണ് ഞങ്ങള്. അപ്പോ ഇവർ രണ്ടുപേരും നീള ആൻഡ് രജൻ, അതെ, ഇവർ രണ്ടും നമ്മുടെ ഹീറോയിൻ അല്ല, ബാക്ക് ബോൺ ഓഫ് പഴുത് എന്നൊക്കെ നമുക്ക് പറയാം. മെയിൻ ബോൺ ഓഫ് പഴുതല്ലേ രണ്ടുപേരും. അപ്പൊ എങ്ങനെയാണ് ഈ സിനിമയിലോട്ട് വരുന്നത്? ഞാൻ വന്നത് അത് തികച്ചും ആകസ്മികം എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എനിക്ക് പരിചയമുള്ള ഒരാൾ വഴി ഈ ഫിലിമിനെ കുറിച്ച് അറിയുകയും അങ്ങനെ അവരെന്നെ കാണാൻ വരികയും അങ്ങനെ അത് സെലക്ട് ആവുകയാണ് ചെയ്യുന്നത്. രജന എങ്ങനെ വന്നു? സ്റ്റാലിൻ സാർ പറഞ്ഞ കണക്ക് തന്നെ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ കൂട്ടായ്മയിൽ നിന്നും എന്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഇതിനകത്ത് എൻ്റർ ആകുന്നത്. അപ്പൊ ഈ പൊതുവെ ഫേസ്ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മള് കൂടുതലും കേട്ടേക്കുന്നത് നെഗറ്റീവ്സ് ആണ് അല്ലെ? അവിടുന്ന് ഒരു പോസിറ്റീവായിട്ട് ഒരു സിനിമ. നമ്മളെ ഈ ഫേസ്ബുക്ക് കൂട്ടായ്മ തുടങ്ങുമ്പോൾ പലതും പല വഴിക്ക് ചെന്ന് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളുടെ ഞങ്ങളുടെ കൂട്ടായ്മ ഇങ്ങനെ വന്നെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം രജൻ കൃഷ്ണ എന്ന് പറഞ്ഞ എൻ്റെ രജൻ ഭായിയാണ്. ഇദ്ദേഹം തന്ന ബാക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വലുതാണ്. പല ക്രൈസിസ് വരുമ്പോഴും കുഴപ്പമില്ല, എല്ലാം ശരിയാവും. ഈ ക്രൈസിസ് എല്ലാം നല്ലൊരു വിജയത്തിനുള്ള ചവിട്ടുപടിയായി കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ എന്നെ പുറകെ കിടന്ന് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു നായകനാണ് എൻ്റെ ഉള്ളത്. അപ്പൊ അദ്ദേഹമാണ് സത്യം പറഞ്ഞാൽ ഞാൻ പല ഘട്ടങ്ങളിലും തകർന്നു പോകുന്ന അല്ലെങ്കിൽ തകർന്നു പോകുന്ന അവസരങ്ങളിൽ ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് നിന്ന് ഈ സിനിമ ഇപ്പൊ ഇവിടെ എത്തിക്കുന്നതിന്റെ മെയിൻ റീസൺ രജൻ കൃഷ്ണ എന്ന നായകൻ. അപ്പൊ ഈ സിനിമയിൽ എങ്ങനെ നായകനായിട്ട് എത്തി? എന്താണ് ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറയാമോ? ഇതില് മെയിൻ ആയിട്ടുള്ള കഥാപാത്രത്തെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റാലിൻ സാർ പറഞ്ഞ കണക്ക് തന്നെ എല്ലാവരുടെയും കണക്ക് വന്നെത്തി കിട്ടു. പിന്നെ അതില് മെയിൻ ഒരു കഥാപാത്രം ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് ഇതിനകത്ത് പടത്തിൽ എൻ്റർ ആവുന്നത് തന്നെ. പിന്നെ ഈ പറയുന്ന കണക്ക് ഡയറക്ടർ സാർ പറയുന്ന കണക്ക് അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ്. എല്ലാത്തിനും ഫുൾ മാർക്ക് തരൂല്ല നമുക്ക്. എത്ര മനോഹരമായിട്ട് നമ്മൾ ചെയ്താലും ആ ഒരു ക്യാരക്ടറാണ്. പിന്നെ മോശമല്ലാതെ ചെയ്തു എന്ന് തോന്നുന്നു. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാം. മോശമല്ലെന്നല്ല, നമ്മൾ പലപ്പോഴും മോഹൻലാലിന്റെ ആക്ടിങ് കണ്ടിട്ട് സൂക്ഷ്മാഭിനയമുള്ള ഒരു വ്യക്തിയാണെന്ന് നമ്മൾ വിലയിരുത്താറുണ്ട്. ആ തലത്തിലേക്ക് വളർന്നു വരുന്ന ഒരു നായകൻ കൂടിയാണ് രജൻ കൃഷ്ണ. അത് നിങ്ങൾക്ക് ഇന്റർവൽ ബ്ലോക്ക് സിനിമ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം. രജൻ കൃഷ്ണയുടെ ഒരു സൂക്ഷ്മാഭിനയം വ്യക്തമായി ആ സിനിമയിൽ മാർക്ക് ചെയ്യപ്പെടുന്ന ഒരു ഇന്റർവൽ ബ്ലോക്ക് ഉണ്ട്. അത് കാണുമ്പോൾ ഞാൻ ഈ പറയുന്ന വാക്ക് ശരിയായിരുന്നു നിങ്ങൾ പറയും. തീർച്ചയായും ക്യാരക്ടറിനെ പറ്റി പറയാമോ? എന്റെ ക്യാരക്ടറിനെ പറ്റി ഒരുപാട് പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞു. അതായത് ഒരു സ്ത്രീയുടെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ് മെയിനായിട്ട് വരുന്നത്. അത് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും അതിന്റെ ലെവൽസ് മാറിക്കൊണ്ടേയിരിക്കും. അതാണ് മെയിൻ. ബാക്കി പേര് പറയാവോ സാറേ? ക്യാരക്ടറിന്റെ നെയിം റിവീൽ ചെയ്യുന്നതിലൊന്നും കുഴപ്പമൊന്നുമില്ല. ശ്രീലക്ഷ്മി. ഒരുപാട് മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രം, സ്ത്രീ കഥാപാത്രത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ക്രിപ്റ്റാണ് പഴുത്.